മലപ്പുറത്തെ കരുവാരക്കുണ്ടിലെ കടുവ വിഷയത്തിൽ ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ജനങ്ങൾ അത്ര ആശങ്കയിലാണ്. പുലിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഇനി കടുവ അവിടെ നിൽക്കുകയാണ്. പുലി എത്ര ഇനി ബാക്കിയുണ്ട് എന്നറിയാത്ത അവസ്ഥയാണ്. കാട്ടുപോത്തിന്റെ കുത്തേറ്റ് 2 വർഷം മുമ്പ് ഒരാൾ മരിച്ചത് ഇതേ പഞ്ചായത്തിൽ വെച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴും വനം വകുപ്പ് കാണിക്കുന്നത് വളരെ ഗുരുതരമായ അനാവസ്ഥയാണ്. ഞാനിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയത്ത് കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. നെടുങ്കയത്തെ കരുളായി വനത്തിൽ കൊണ്ട് വിടുകയാണ് എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഇന്ന് ചിലർ പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് പിടിച്ച പുലിയെ നെടുങ്കയത്താണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ആ പുലിയാണോ ഇവിടെ വന്ന പുലിയെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നെടുങ്കയം എന്ന് പറയുന്നതും കരുളായി വനം എന്ന് പറയുന്നതും ഈ പ്രദേശത്ത് ചോക്കാട്, കാളികാവ്, കരുവാരക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെത്താൻ 10-15 കിലോമീറ്റർ മതി വനമേഖലയിലൂടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വനം വകുപ്പിന് ഇതൊക്കെ നന്നായിട്ട് അറിയുമ്പോഴും പിടിച്ച പുലിയെ വീണ്ടും തൊട്ടടുത്തുള്ള കാടുകളിൽ കൊണ്ടുവിടാനുള്ള തീരുമാനം വനം വകുപ്പ് ഉപേക്ഷിക്കണം. അത് ജനങ്ങളിൽ വളരെ വലിയ ആശങ്ക ഉണ്ടാക്കും. കടുവ ഒരാളെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള നിയന്ത്രണം വിട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടി പിടിക്കുന്ന പുലിയെ ഒരു സ്ഥലത്ത് ഒരു കാടിൻ്റെ ഒരു ഭാഗത്ത് പിടിക്കുന്നു, ആ കാടിൻ്റെ മറുഭാഗത്ത് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് കൊണ്ടുവിടുന്നു. എന്നിട്ട് വീണ്ടും പുലിയെ പിടിക്കാനും കടുവയെ പിടിക്കുവാനും വനം വകുപ്പ് രാത്രിയും പകലും തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമാണത്! അതുകൊണ്ട് വനം വകുപ്പ് നിർബന്ധമായും പിടിച്ച പുലിയെ ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട കാടുകളിൽ അടുത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തണം. കാരണം ഒരു കാര്യം വ്യക്തമായി, കടുവയെ കൂടാതെ മറ്റു വന്യമൃഗങ്ങളും യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുന്നു എന്നുള്ളത് വളരെ ആശങ്കയും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾ ഭീതിയിലാണ്. അതുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള വേറെ, ഞാനത് പരസ്യമായി പറയുന്നില്ല. പുലിയെ മനുഷ്യനെ കടിച്ചു കൊല്ലുന്ന പുലി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ വെറും വാക്ക് പറയുകയല്ല, അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പോ പുലിയുടെ ശരീരത്തിൽ ഒരു രോമം പോലും ഒരു കുഴപ്പം പറ്റാതെ നന്നായി ഭക്ഷണം കൊടുത്ത് തൊട്ടടുത്ത കാടിൽ കൊണ്ടുവരാൻ എത്ര സുരക്ഷിത മാർഗത്തിൽ കൊണ്ടുചെന്നാക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളുടെ ആവശ്യമൊക്കെ മറ്റു പലതുമാണ്. ഞങ്ങൾ ജീവനോടെ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടരുത് എന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ ഇത്തരത്തിൽ വനമേഖലയിൽ നിന്ന് മാറി മനുഷ്യർ വാസിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്ന മൃഗങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഏറ്റവും ചുരുങ്ങിയത് മ്യൂസിയത്തിലെങ്കിലും സൂവിലെങ്കിലും ആക്കി കഴിഞ്ഞാൽ, ഏത് സൂവിലെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ആശങ്ക കുറയും. പക്ഷേ ഇതല്ല, തൊട്ടടുത്തുള്ള കാട്ടിലാണ് വിടുന്നത്. അപ്പോൾ അത് തെറ്റായ നടപടിയാണ്. വനം വകുപ്പ് അതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ്. അല്ല, ഞാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ഞാൻ മന്ത്രിയെ തീർച്ചയായിട്ടും വിളിക്കും. ഈ കാര്യം മുമ്പ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ എന്നാലും ഇക്കാര്യം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒരു കാരണവശാലും കാട്ടിൽ തന്നെ ഈ പുലിയെ വിടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യം. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും. അൻവർ ഒരു പകൽ കൂടി കാത്തിരിക്കാന്നാണ് പറയുന്നത്. എന്താണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ UDFന്റെ പുറത്ത് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായി ഗവൺമെൻറ്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അത്തരം ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് അദ്ദേഹത്തിനൊരു ആശങ്ക വേണ്ട, UDF അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടാവും. മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, UDFുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം UDFനില്ല. ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല. ഈ പോരാട്ടത്തിൽ UDF നടത്തുന്ന ഈ പോരാട്ടത്തിൽ
ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും തടസ്സം നിർത്തിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു, അദ്ദേഹത്തെ UDF-ലേക്ക് എടുക്കുന്നതും ഒക്കെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ അംഗീകരിച്ചു പോകാൻ കഴിയുമോ? അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് അത് കൂടുതൽ സങ്കീർണമാക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയെ ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സങ്കീർണമാക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം UDF-നോടൊപ്പം ചേർന്ന് നിൽക്കണം. ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നേരിട്ട് സംസാരിച്ചിരുന്നോ അൻവറുമായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഒരു പകൽ കാത്തിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിവുള്ള കാര്യമാണ്. എന്തൊക്കെ ഞങ്ങൾക്ക് എത്ര വരെ മുന്നോട്ട് പോകാം, UDF-ൻ്റെ പരിമിതി എന്താണ്, UDF-ന് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരിക്കലും ഇത്രയും വലിയൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അൻവറിനെ പാതി വഴിയിൽ വിട്ടു പോവുക എന്നുള്ള UDF-ൻ്റെ നയമല്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിമിതികൾ, ആ പരിമിതികളെ കാത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അൻവർ രാജിവെച്ച ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കനത്ത മറുപടി നൽകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതിന് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ്? PV അൻവർ തന്നെയാണ്. അപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ പിന്തുണ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പുള്ളിയുടെ കാര്യം ഗൗരവം എടുക്കണം. മനുഷ്യന്മാർ തമാശ പറയുന്നത് അവർ ദൂരെ എവിടെയും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. AP അനിൽകുമാർ പങ്കുവയ്ക്കുന്ന കാര്യം അതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ PV അൻവർ വിഷയത്തിൽ UDF-മായി എന്ന സൂചന കൂടി വരികയാണ് അനിൽകുമാറിൻ്റെ വാക്കുകൾ. കാരണം PV അൻവറിനെ ചേർത്ത് നിർത്തുമെന്നതാണ് UDF-ൻ്റെ വാക്കുകൾ. അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF നേതൃത്വം പിന്നോട്ട് പോകുന്നു, അൻവറിനെ ഒപ്പം നിർത്തുമോ? അൻവറിൽ നിന്നും ബദൽ മറ്റൊരു നീക്കം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുമെന്നതാണ് ഇക്കാര്യത്തിൽ AP അനിൽകുമാർ പറയുന്നത്. PV അൻവറും VD സതീശനും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ കൂടുതൽ പ്രതികരണത്തിലില്ല. അത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾക്കില്ല എന്നുകൂടി AP അനിൽകുമാർ പറയുമ്പോൾ അത് UDF കൂടി നിലപാട് മയപ്പെടുത്തുന്നു അൻവർ വിഷയത്തിൽ എന്ന സൂചനയാണ്. അങ്ങനെയെങ്കിൽ അൻവറിനെ എങ്ങനെ ഒപ്പം നിർത്തും? നമ്മൾ കാത്തിരിക്കുന്ന സസ്പെൻസിന് UDF നൽകാൻ പോകുന്ന വിശദീകരണം എങ്ങനെയാണ്? എന്ത് അസോസിയേഷൻ അംഗത്വം സംബന്ധിച്ച പ്രഖ്യാപനമാണോ ഉണ്ടാവുക? ഇക്കാര്യങ്ങൾ തന്നെ വ്യക്തമാവേണ്ടതുണ്ട്. CB അനുമോദ് ചേരുന്നു. അനുമോദ്, ഒരു കാര്യം വ്യക്തമാണ്, UDF നേതാക്കളും ഒരു പുനർവിചിന്തനത്തിൻ്റെ സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അൻവറിനെ തള്ളിപ്പറയുന്നില്ല, ഒപ്പം നിർത്തും. ഇത് AP അനിൽകുമാറിൻ്റെ പഴയ നിലപാട് തന്നെയാണോ, അതല്ല പുതിയ സാഹചര്യത്തിൽ അനിൽകുമാർ കൃത്യമായ ചില സൂചനകൾ പങ്കുവയ്ക്കുന്നില്ലേ? AP അനിൽകുമാറിന്റെ നിലപാടും മയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെയായിരുന്നു ഇദ്ദേഹം അടക്കമുള്ള നേതാക്കൾ അൻവറിന്റെ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം കൂട്ടേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമായതോടെയാണ് UDF-ന്റെ നിലപാട് മയപ്പെട്ടത്. ഇപ്പോൾ AP അനിൽകുമാറിന്റെ പ്രസ്താവന തന്നെ അത് വ്യക്തമാക്കുന്നു. അൻവർ കൂടെ നിൽക്കണമെന്നാണ് ആവശ്യം. അത് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. പിണറായിക്കെതിരായ പോരാട്ടം അൻവർ തുടങ്ങി വെച്ചതാണ്. അത് അൻവർ കൂടെ നിന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ എന്ന തരത്തിലേക്ക് UDF-ന്റെ AP അനിൽകുമാറിന്റെ അഭിപ്രായം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ UDF-ഉം അൻവറുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മഞ്ഞുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ UDF-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, VD സതീശൻ നേരിട്ട് തന്നെ അൻവറുമായിട്ടുള്ള പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുന്നു എന്ന വിവരങ്ങളാണ്, അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആ ഒരു പിഴവ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മുതലെടുപ്പ് നടത്താനായിരുന്നു LDF-ന്റെ ശ്രമം. ഇപ്പോൾ LDF ശ്രമിക്കുന്നതും നിലമ്പൂരിൽ നിന്ന് UDF-വുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനാണ്. അങ്ങനെ അത്തരത്തിൽ ആ ഒരു പശ്ചാത്തലമുള്ള ആരെങ്കിലും നിലമ്പൂരിൽ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് UDF-ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ
ആ ഒരു പ്രശ്നം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീവ്ര ശ്രമം നടക്കുന്നത്. അതിന് PV അൻവറിൻ്റെ സഹായവും പിന്തുണ കൂടി UDF-ന് ആവശ്യമാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവറിനെ കൈയൊഴിയാതെ അൻവർ കൂടെ നിൽക്കണമെന്ന തരത്തിലേക്ക് UDF-ന്റെ നിലപാട് മാറിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഓൺലൈൻ നടക്കുന്ന UDF യോഗത്തിൽ അൻവറിനെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അൻവറിൻ്റെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അൻവറും UDF-ഉം തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ഭിന്നത പരിഹരിക്കപ്പെടും എന്ന കണക്കുകൂട്ടലാണ് ഉയരുന്നത്. യെസ്, എന്തായാലും അൻവർ വിഷയത്തിൽ UDF-ഉം മാറി ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അൻവർ രാവിലെ പറഞ്ഞതുപോലെ അൻവറും കാത്തിരിക്കുകയാണ്. UDF-ന്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ UDF യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവും അൻവറും തമ്മിലുള്ള അകൽച്ച കുറയുന്നു എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നു.